ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മൾ ഒരു ഫോർച്യൂണർ ബുക്കാക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ബുക്കാക്കാൻ പോകുന്നത് ഗൈസ് ട്രോപ്പിക്സിലെ അടുത്ത കാർ സെയിലിലാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ കൂടെ റാക്സറും വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും റാക്സറിൻ്റെ വീട്ടിൽ പോകണം ആദ്യം ഗൈസ്. നമ്മുടെ ഡോർ ഏതായാലും ക്ലോസ് ചെയ്താക്കല്ലേ, വെള്ള കള്ളന്മാരങ്ങാറ്റം വന്നാൽ ഗൈസ്. അപ്പോൾ നമ്മുടെ M5 എടുത്തിട്ട് നേരെ എന്നാൽ പോയേക്കാം ഗൈസ്. നമ്മുടെ M5 കുറച്ച് ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് ട്രോപ്പിക്സിൽ നിന്ന് കാർ വാഷിൽ പോയിട്ട് കഴുകാം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ നേരെ പോകുന്നത് റാക്സറിൻ്റെ വീട്ടിലേക്കാണ് ഗൈസ്. റാക്സറിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ്, കുറച്ച് ദൂരമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്യുക ഗൈസ്. അപ്പം നമ്മുടെ ഫോർച്യൂണറിന് ഏത് കളർ അടിക്കണം കൂടി നിങ്ങൾ പറയുക ഗൈസ്. ഞാൻ ആലോചിച്ച് വെച്ചിട്ടുള്ളത് ലൈറ്റ് ഗ്രീനാണ് ഗൈസ്. അപ്പോൾ ഗൈസ് റാക്സറിൻ്റെ വീട് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് റിവേഴ്സ് എടുക്കാം, കുറച്ച് ഫ്രണ്ടോട്ട് എടുത്തു പോയി ഗൈസ്. അപ്പോൾ ഇതാണ് റാക്സറിൻ്റെ വീട്. നിങ്ങൾ കണ്ടിട്ടോന്ന് അറിയില്ല ഗൈസ്, അതാണ് റാക്സർ ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ പാർക്ക് ചെയ്തേക്കാം ഗൈസ്. എടാ റാക്സറെ, സുഖലടിക്ക്, നമുക്ക് പോണ്ടേ? നമുക്ക് പോണോ? ഇന്നലെ കുറച്ച് ലേറ്റ് ആയി പോയെന്ന് തോന്നുന്നു. ലേറ്റ് ആയിട്ടൊന്നുമില്ലടാ, 1 മിനിറ്റ് 2 മിനിറ്റ് എങ്ങാറ്റാന്നത്രേ. എടാ നീ പുതിയ M2 വാങ്ങിയല്ലേ? ഇതിപ്പം നീ വാങ്ങി നമ്മളോട് പറഞ്ഞിട്ടൊന്നുമില്ല. വാങ്ങുമ്പോഴല്ലേ പറയണ്ടേ? എന്നാലും രസമൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പ്രതീക്ഷിക്കാതെ വാങ്ങിയതാണ. അതിന് വലിയ കഥയല്ല, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഏതായാലും പോയേക്കല്ലേ, ബാ. എടാ വേഗം ബാ, നീ ഡ്രൈവ് ചെയ്തോട്ടാ, ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ല, എനിക്ക് അടുത്ത് ഡ്രൈവ് ചെയ്തു. നേരത്തെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങ് വന്നല്ലേ. ബാ, ഏതായാലും നമുക്ക് ഏതായാലും ട്രോപ്പിക്സിലേക്ക് പോകണം കേട്ടോ. ട്രോപ്പിക്സിലാണ് പോകുന്നത്. ഓക്കെ, എനിക്കറിയില്ലേ? അറിയാം, ഫോർച്യൂണർ ബുക്ക് ചെയ്യാനല്ലേ? നൈസാക്കാ, എനിക്ക് ഫോർച്യൂണർ ഉണ്ടെന്നാ. അത് ആടെ ഉണ്ട്, ഞാൻ നടക്ക് വാങ്ങിയതാണ്. എടാ അങ്ങനെയാണെങ്കിൽ അത് എടുത്തുകൂടേനോ? ആകുമ്പോൾ 2 ഫോർച്യൂണർ അവിടെ കിടക്കുന്നതാണോ നൈസ് ആയിരിക്കൂലേ? അത് ഞാൻ വിചാരിച്ച് നമുക്ക് ഫോർച്യൂണർ മേടിക്കാൻ പോകുമ്പോ എടുക്കാനാണ്. ഇപ്പം ബുക്ക് ചെയ്യാൻ മാത്രം പോന്നില്ലേ, അവരെപ്പാ ബുക്ക് ചെയ്തിട്ട് മേടിക്കാൻ വരണ്ടേന്ന് പറയുമ്പോ അത് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ മതി. അപ്പോൾ 2 ഫോർച്യൂണർ വരുന്നതാണ് നൈസ് ആയിരിക്കും. അപ്പോൾ നിന്റെ വിശേഷങ്ങളൊക്കെ എന്താടാ? നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ ഭയങ്കര ബിസിനസ്സിലാണ്. ഇപ്പൊ എന്റെ ബിസിനസ് എന്ന് വെച്ചാൽ വീട്ടിൽ വെറുതെ ഇരിക്കല്. നല്ല ബിസിനസ് തന്നെ. നീയൊക്കെ ഇങ്ങനെ നടന്നോ, ഒരു പണിക്കും പോകാണ്ട്? എടാ എനിക്കൊരു ആലോചന ഉണ്ട്. എനിക്കൊരു പുതിയ എൻ്റെ ഹൗസില്ലേ, മറ്റേ ഹൗസ്, അത് പുതിയതാക്കാൻ, കുറച്ച് റിനോവേഷൻ ചെയ്യാൻ, അങ്ങനെ ഉണ്ടാവും. അത് നല്ലൊരു അഭിപ്രായം. നമുക്ക് അവിടെ കൊടുക്കാലോ. അന്നേരം എന്തായാലും റിനോവേഷൻ ചെയ്യും. ഞാനും ഉണ്ട് കൂടെ, ഞാനും പൈസ ഇടാം. ആദ്യം ഈ ഫോർച്യൂണർ പരിപാടിയൊക്കെ ഒന്ന് മെല്ലനെ സ്റ്റോപ്പ് ആകട്ടെ. എല്ലാം കിട്ടിയിട്ട് സെറ്റാക്കാൻ നമുക്ക് മെല്ലനെ തുടങ്ങാം. നീ പിന്നെ വാശി കയറാൻ മറക്കറേ. എൻ്റെ M5 ഫുള്ള് സ്നോ ആയിട്ടാണ് ഉള്ളു കഴുകണമെന്ന് വൃത്തിക്ക്. ഓട്ടോമാറ്റിക് കയറ്റിക്കോട്ടാ. അതൊക്കെ സെറ്റാകാം, നമുക്ക് കയറ്റിക്കോളൂ. അങ്ങനെ ഫോർച്യൂണറും ബുക്ക് ചെയ്യാൻ പോകും. നീ ബുക്ക് ചെയ്യാൻ പോയിട്ടൊന്നുമില്ല, നിന്റെ എങ്ങനെയാ മേടിച്ചത്? അതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നെയാണ്. ഏതാ രസം അറിയാ ഗിഫ്റ്റ് തരുന്ന ആളാനും. എനിക്ക് അങ്ങനെയൊന്നും തരാൻ കഴിയില്ല, ആരും ഇല്ലല്ലോ. പക്ഷെ ഞാനുണ്ട് അന്നെനിക്ക്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ എല്ലാരും ഇങ്ങെത്തും. അത് സത്യം. എന്നപ്പൊ നമുക്ക് ഏതായാലും വാഷ് ചെയ്തിട്ട് നേരെ ഫോർച്യൂണർ കടയിലേക്കല്ലേ പോന്നു. അവിടെ നിന്ന് നേരെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക്, അങ്ങനെയല്ലേ? നീ ഏതായാലും ഇപ്പം ലെഫ്റ്റ് എടുക്ക്. നമുക്ക് നേരെ എന്നിട്ട് വാഷ് ചെയ്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോകാം. നീ വേഗം ഇവിടുന്ന് കഴുക്, എന്നിട്ട് സെറ്റാക്കാം. ഈ M5 കഴുകിയാൽ തന്നെ എത്ര വൃത്തിയാവും വരാ. ഇൻറ്റീരിയർ അടക്കം ഇവർ കഴുകിത്തരും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ ഇറങ്ങും വേണ്ട, ഒന്നും ആകുമൊന്നും വേണ്ട. നീ വേഗം ഏതായാലും ഷോറൂമിലേക്ക് വിട്. അതാണ് ഇവരെ പ്രത്യേകത, ഇവര് വേഗം കഴുകിത്തരും. അപ്പൊ നമുക്ക് ഏതായാലും ഷോറൂമിലേക്ക് പോകാം. ഷോറൂമിൽ പോയിട്ട് അവിടെ നിന്ന് ബുക്ക് ചെയ്യണം ഇനി നേരെ. എന്നിട്ട് നീ നേരെ പുറക്കേക്കാണ് കേട്ടോ വിടേണ്ടത്. ഓക്കെ, അതൊക്കെ സെറ്റാണ്. നിങ്ങൾ എന്തിനാ ഇടക്കിടക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ? അതൊക്കെ എനിക്കറിയില്ലേ. പിന്നെന്താന്ന്, ഇവിടുന്ന് നേരെ പോണം. നേരെ പോണം, എത്തിയിട്ടില്ലേ? നേരെ പോണം. നേരെ പോയിട്ട് അവിടുന്ന് വലത്, നേരെ പോണം. ഈ കുന്നേടിയിട്ട് നേരെ പോയിട്ട് വലത്, അങ്ങനല്ലേ? എത്തി പോരെ? അതൊക്കെ ശരിയാണ്. എനിക്ക് അതിലൂടെ കയറിക്കൂടെ? നീ എന്തിനാ ഇങ്ങനെ ചുറ്റാൻ നിൽക്കുന്നത്? അതൊരു മനസ്സുഖാണ്.
അതിലൂടെ കയറുമ്പോ ഒരു രസമില്ല. ഇതിലൂടെ തന്നെ വളച്ച് കയറിയിട്ട് ഇവിടെ പാർക്ക് ചെയ്യുന്ന സുഖം വേറെ ആർക്കും കിട്ടൂല. ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിൻ്റെ ഇഷ്ടം പോലെ ബാ ഫോർച്യൂണർ ഒക്കെ നീ ഏതായാലും പാർക്ക് ഗൈസ്. അപ്പം നമ്മളങ്ങനെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അവൻ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. അകത്ത് അയാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്, ഓണർ. ഗൈസ് ഇവൻ വേഗം പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഏതായാലും പോയേക്കാം ഗൈസ്. ഇവിടെ ആരെല്ലോ ഡ്രിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവൻ തന്നെയാണ് ഇവൻ്റെ എല്ലാവിടെ പോയാലുള്ള പരിപാടിയാണ്. അതൊരു രസമാണ്. ഡ്രിഫ്റ്റ് ചെയ്യുന്ന വേറെ തന്നെ സുഖമാണ്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഏതായാലും ഇപ്പം വേഗം ബാ, നമുക്ക് വേഗം പോയി ബുക്ക് ചെയ്യാൻ. നമുക്ക് പൂതിയാണ് കാണാൻ ഫോർച്യൂണർ. വേഗം ബാ, നമുക്ക് ഏതായാലും ഇതിലൂടെ കിടക്കാം. ഇതിലൂടെ തന്നെ പോകണ്ടേ? വാ. ഓ എടാ ഇവിടുന്ന് തന്നെ കാണുന്നുണ്ട്, ചെറുങ്ങനെ കണ്ട് ഞാൻ. നീ കണ്ടാ? ഞാൻ കണ്ട്. വൈറ്റ് കളറല്ലേ ഇത്? പക്ഷെ എനിക്ക് തന്നില്ല. ഞാൻ മേടിച്ചുണ്ട്. എൻ്റെ അടുത്ത് ഉണ്ടല്ലോ, അതുകൊണ്ട് വലിയ വായ്പൊന്നുമില്ല. രസമല്ലുണ്ട് വൈറ്റ് കളർ. അമ്മനെ ഏതാ കളർ അടിക്കുന്നത്? ഞാൻ അടിക്കാൻ വിചാരിക്കുന്നത് ലൈറ്റ് ഗ്രീനാടാ. ലൈറ്റ് ഗ്രീനല്ലേ രസം. ബാക്കി എല്ലാവരും വൈറ്റും ബ്ലാക്ക് ഒന്നും വേണ്ട. വൈറ്റും ബ്ലാക്ക് അല്ലേ എല്ലാവരും അടിച്ചു. നമുക്ക് ഏതായാലും ഒരു വെറൈറ്റിക്ക് ലൈറ്റ് ഗ്രീൻ അടിക്കാം. ഓക്കെ എടാ നമുക്ക് ഏതായാലും പോകാം. ഇത് ആളില്ല. സാറേ അപ്പം നമുക്ക് ഒരു ഫോർച്യൂണർ ബുക്ക് ചെയ്യാൻ വന്നതാണ്. ഞാൻ വിളിച്ചിരുന്നു. നിങ്ങളെ പേരെന്തേനും? പേര് പറഞ്ഞില്ല. എൻ്റെ പേര് ലിൻസോ. ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. ഇന്നലെ രാത്രി വെച്ച് മനസ്സിലായി. നിങ്ങൾ ഏതായാലും ഇപ്പം വാ, ഞാൻ കാണിച്ചു ഫോർച്യൂണർ. അങ്ങനെ ഏതായാലും വാ, നമുക്ക് ഫോർച്യൂണർ കാണാലോ. എങ്ങനെ ഉണ്ട് നോക്ക്, എന്നിട്ട് മെല്ലനെ ബുക്ക് ചെയ്യാ. രസം ഇല്ലെങ്കിലും രസം ഉണ്ടെങ്കിലും നമ്മൾ എന്തായാലും ബുക്ക് ചെയ്യും. ഫോർച്യൂണർ നൈസ് സാധനമാണ്. നമുക്ക് ഓഫ് റോഡ് ഒരു ദിവസം പോകാം കേട്ടോ. എൻ്റെ ഫോർച്യൂണർ എടുത്തിട്ട്. എടാ ബോണറ്റൊക്കെ കാണുകയാണെങ്കിൽ നൈസാണല്ലേ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കണ്ട, അതിൻ്റെ ഉള്ളിലായി പോയി. ഇങ്ങ് വന്നേ. എന്നാന്ന് വെച്ചാൽ അതിന്റെ ഉള്ളില് നല്ല മണം, അതുകൊണ്ട് എത്തിയൊക്കെയാണ്. നല്ല പെട്രോളിന്റെ മണം മണക്കും. സാറേ അപ്പൊ ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് ഇടുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ളിയാണ്. പിന്നെ ഇതാണ് ബേക്കിൽ ഫിസിക്കുന്നത്. അത്യാവശ്യം നല്ല തന്നെയാണ്. നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെടുമോ? നിങ്ങൾ നാളെ വരുമ്പോൾ ഇന്ത്യനൊക്കെ നൈസാക്കിയൊക്കെ. പിന്നെ വരുന്നത് നമ്മുടെ ലുക്ക് തന്നെയാണ്. ലുക്ക് അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണ്. പിന്നെ നിങ്ങൾ എന്തായാലും കയറി നോക്ക്, എന്നിട്ട് ഇഷ്ടപ്പെട്ടാൻ പറ. എടാ റാക്സർ എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അപ്പാടും എടുക്കാം നമുക്ക്. അനക്കിഷ്ടപ്പെട്ട് നിങ്ങൾ എന്തായാലും എടുത്തോ. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ട്. അപ്പം നമുക്ക് ഏതായാലും ബുക്ക് ചെയ്യുന്ന പ്രൊസീജിയറിലേക്ക് കിടക്കാമല്ലേ? അപ്പോൾ സാറേ നമുക്ക് എന്നാലും നേരെ ബുക്ക് ചെയ്യാൻ പോവാം. അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങളൊരു ഒപ്പിട്ടാൽ മാത്രം മതി. നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു ഒപ്പം മതി ഈ ബുക്കിങ്ങിലോട്ട് കിടക്കാൻ. എന്നാ റാക്സറെ വാടാ, നമുക്ക് ഏതായാലും ബുക്കിങ്ങിലോട്ട് പോകാം. എന്നാ വേഗം വാ, നമുക്ക് എന്നിട്ട് വേഗം പോകാം. വീട്ടിൽ പോയിട്ട് വേണം, കുറെ പണിയുണ്ട് എനിക്ക്. വീട്ടിൽ പോയിട്ട് വേഗം വെറുതെ ഇരിക്കണ്ടാന്ന്. നിങ്ങൾ ഏതായാലും വേഗം ഒപ്പിടും, എന്നിട്ട് വേഗം നമുക്ക് പോകാം. അപ്പോൾ ഇനി ഏതായാലും ബുക്കിങ്ങിലോട്ട് കിടക്കാൻ പോവുകയാണ്. നിങ്ങളേതായാലും ഞാൻ ബുക്ക് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി ഏതായാലും നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. റാക്സർ അപ്പം നമുക്ക് ഏതായാലും ഇനി വീട്ടിൽ പോകാം അല്ലേ? നിങ്ങളോട് വേഗം വരാൻ പറഞ്ഞില്ലേ, എന്നിട്ടാണ് നമുക്ക് വീട്ടിൽ പോവാണേ. നമുക്ക് പോകുന്ന വയ്ക്ക് ചായ കുടിക്കണം കേട്ടോ. ചായ കുടിച്ചിട്ടില്ല. നീ എല്ലാടെ പുറത്തുനിന്ന് വരുമ്പോൾ ചായ കുടിച്ചേ? അതൊരിക്കലോ കുടിച്ചിട്ടില്ലോ. ഒരിക്കൽ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ചായ പിരാന്താവും. എന്നാ അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ്. ഏതായാലും വണ്ടി കയറ്. വാ നീ വണ്ടി കയറി, എന്നിട്ട് നമുക്ക് ഏതായാലും വേഗം വിട്ടേക്കാം. നീ ഡ്രൈവ് ചെയ്തേ, ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ല. അതിനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നേ. ഞാൻ ഡ്രൈവ് ചെയ്തോളൂ. അണ്ണൻ ഡ്രൈവ് ചെയ്യണ്ടേ? M5 ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര രസമാണ്. നീ ഏതായാലും വീട്ടിലേക്ക് വിട്. നോക്കിപ്പോട്ടോ, ഞാൻ കുറച്ച് സമയം ഉറങ്ങുന്നുണ്ട്. അണ്ണൻ ഉറങ്ങിക്കോ. ഞാൻ ചെറുങ്ങനെ പാട്ട് വെക്കുന്നുണ്ട്. പാട്ടൊന്നും വെക്കല്ല, കോപ്പി റൈറ്റ് കിട്ടൂ. കോപ്പി റൈറ്റ് ഒന്നും കിട്ടൂല അണ്ണാ, ഇത് എന്റെ പാട്ടല്ലേ. കോപ്പി റൈറ്റാ കിട്ടൂ. നല്ല പാട്ട് വെച്ചാ എന്തൊക്കെ ചെയ്യുന്ന ഉറങ്ങി. ഇന്ദ്രേ വിധത്താ നാളെ മുളയ്ക്കൂ. അതിനെ മറക്കാതെ. എന്തിനാ എടുത്തുന്ന ഇത്ര നല്ല പാട്ടാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. എനിക്കിഷ്ടമായിട്ട് കാര്യമില്ലല്ലോ, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടണ്ടേ? എന്തിലൊട്ട വരികളാണ്. എനിക്ക് ഈ പാട്ടെല്ലാം കിട്ടീനി. അത് നമ്മളെ മമിത വയസ്സ് പാടിയിട്ട് കൊളാക്കിയതാ. പക്ഷെ ഞാൻ പാടിയിട്ട് നേരായിട്ടൊന്നും ആക്കിയിട്ടില്ല. നല്ല വൃത്തിക്കായിട്ടാണല്ലോ. നീ നല്ല പാട്ട് എങ്ങാറ്റുണ്ടെങ്കിൽ പാടിയിലൊട്ട പാട്ടൊന്നും പാടല്ല, കേട്ടും അടുത്ത്. ഓക്കെ അണ്ണാ, അന്ന് എനിക്ക് എൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയ അവസരം. ഞാൻ തുടങ്ങുന്നുണ്ടേ. റെഡി, 1 2 3 ക്യാറ്റ്. No ba gerisa. Sari ni da ba da ma gama pa gerisa. Gama pa gerisa.
സാനേ നീ ധനിതാവനാമ മാതപസ പാദപ മരി മഗ സാരേ രേ ഗ മാമ പാദപ മഗരി സാരേ രേ ഗ മാമ പാദപ മഗരി സാരേ രേ ഗ മാമ സാരേ രേ ഗ മാമ സാരേ രേ ഗ മാമ സജുന സജു ദേവേ ഇത്ന रहने लगे दीवाना दीवाना दुनिया कहने लगे सांसों की अलापे अमरों में ये पीता दा सासू की माला पे अमरों में ये पीता दा അണ്ണാ നീക്ക് സ്ഥലത്തി ഈ വരികളൊക്കെ എവിടുന്ന് പഠിച്ചെടുത്തടാ? അത്ര കഷ്ടപ്പെട്ട് പഠിക്കണോ നീ ഒരു സംഭവം തന്നെ. അതൊക്കെ അത്രേ ഉള്ളൂ അണ്ണാ. ഞാനൊരു പാട്ടുകാരൻ ആദ്യം പറഞ്ഞിട്ടില്ല. അപ്പൊ അണ്ണാ ബായി ഞാൻ ഏതായാലും വീട്ടിലേക്ക് എത്തി. അപ്പോ നമുക്ക് പിന്നെ കാണാം. ആടാ അപ്പം നമുക്ക് പിന്നെ കാണാം. എടാ നാളെ വരാനാന്ന് പറഞ്ഞത്. നാളെ നീ റെഡി ആയിക്കണം. നാളെ രാവിലെ ഞാനെത്തും. നാളെ രാവിലെ നമുക്ക് ഏതായാലും ബുക്ക് ചെയ്യാൻ പോകണം. നീ ഏതായാലും സെറ്റായിക്കണം. നാളെ രാവിലെ എന്തായാലും ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ നല്ല സെറ്റ്. നാളെ രാവിലെ നമ്മൾ പോകുന്നു. ഫോർച്യൂണർ എടുത്തിട്ടാ വരും. ഓക്കെ ബൈ. എന്നാൽ ശരിയടാ. അപ്പോൾ ഞാൻ പോകാം. അപ്പോൾ ഗൈസ് നമ്മളെന്നാലും ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ നാളെയാണ് നമ്മുടെ ഫോർച്യൂണറിൻ്റെ ഡെലിവറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടതിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് എല്ലാം ഇടുക ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.